നദിയാണ്. മൂന്നാമത്തേത് പമ്പാ നദി. പമ്പാ നദിയുടെ നീളം നോക്കൂ, 176 കിലോമീറ്റർ. എവിടെ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്? പുളിച്ചിമല, പീരുമേട് പീഠഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അത് പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? അച്ചൻ കോവിലാർ, അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന കക്കിയാർ, മണിമലയാർ, കല്ലാർ എന്നിവയൊക്കെ ഉണ്ട്. ഇത് അഴുതയാർ എന്നാണ് കേട്ടോ. ഇതൊന്ന് നോക്കുക, അഴുതയാർ. ഓക്കെ, ഏതാണ്? അച്ചൻ കോവിലാർ, അഴുതയാർ, കക്കിയാർ, അതുപോലെ മണിമലയാർ, ദെൻ കല്ലാർ. ഇതൊക്കെ ഏതാണ്? പമ്പയുടെ പോഷക നദികളാണ്. ശബരിമല ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ പമ്പയുടെ തീരത്താണ്. കൂടാതെ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. കൂടാതെ പ്രാചീന കാലത്ത് പമ്പ അറിയപ്പെട്ടിരുന്ന പേര് അതും ചോദിക്കാറുണ്ട്. ബാരിസ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പമ്പാ നദി. അതുപോലെ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നാൽ അത് പമ്പാ നദിയാണ്. തിരുവിതാംകൂറിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അതേതാണ്? പമ്പാ നദി. അപ്പൊ അങ്ങനെയും PSCക്ക് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 2018 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഹെഡ് കോൺസ്റ്റബിളിന്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു, റിപ്പോർട്ട് ഗ്രേഡ് 2, അതിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമായ മാരാമൻ കൺവെൻഷൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് ഇത്, മാരാമൻ കൺവെൻഷൻ. അത് പമ്പയുടെ തീരത്താണ് നടക്കുന്നത്. അപ്പോൾ മാരാമൻ കൺവെൻഷൻ നടക്കുന്ന തീരം പമ്പ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പമ്പാ നദിയിൽ നടക്കുന്ന വള്ളം കളികൾ, പ്രധാനപ്പെട്ട വള്ളം കളികൾ ഏതൊക്കെയാണ്? ആറന്മുള ഉത്രട്ടാതി, അതുപോലെ ചമ്പക്കുളം മൂലം വള്ളംകളി, ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി. ആ 3 വള്ളംകളികളും പ്രധാനപ്പെട്ടവയാണ്. അവ 3ഉം പമ്പാ നദിയിലാണ് നടക്കുന്നത്.